എന്നും ആവി പിടിക്കുന്ന ശീലം ഉണ്ടല്ലോ, ആവി പിടിക്കുന്ന ശീലം ഒരു പരിധി വരെ പാടുള്ളൂ. നമ്മൾ ഒരുപാട് ചൂടായിട്ട് ആവി മൂക്കിലോട്ട് വലിച്ചു കയറി കഴിഞ്ഞാൽ അവിടെയും ഈ സാധനങ്ങൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഈ എപ്പിത്തീലിയം സാധനങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് തുമ്മലുള്ള ആവി പിടിക്കാം, പക്ഷേ ഒരു ഇൻഫെക്ഷനാണ്, സൈനസൈറ്റിസ് ആണ്, അവിടെ സൈനസ് ബ്ലോക്കുള്ള സമയത്ത് ആവി പിടിച്ചാൽ ആ നീര് കൂടുകയാണ് ചെയ്യുന്നത്, അത് കുറയല്ല ചെയ്യുന്നത്. അപ്പം എല്ലാ കണ്ടീഷനിലും പോയി ആവി പിടിക്കുന്ന ഇതല്ല. ഇൻഹേലേഴ്സ് നമ്മൾ ഈ മിക്സ് ഇൻഹേലർ അതുപോലത്തെ സാധനങ്ങൾ, മെന്തോൾ എന്നുള്ള സാധനം, അതൊരു നമ്മളൊരു ആർട്ടിഫിഷ്യലി നമുക്കൊരു ടെമ്പററി കിട്ടുന്ന ഒരു മൂക്ക് തുറക്കുന്ന ഒരു സാധനം കിട്ടുന്നതേ ഉള്ളൂ. അതൊരു പെർമനൻറ്റ് റിലീഫല്ല. പക്ഷെ അത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളെ മൂക്കിൻ്റെ അകത്ത് വളരെ ചെറിയ മുടികളുണ്ട്. ഈ മുടികളുടെ ജോലിയാണ് നമ്മളെ മൂക്കിൽ വന്ന നമുക്ക് വേണ്ടാത്ത സാധനം വെളിക്കളയാനുള്ളത്. മുടികൾ നമ്മളെ താടി പോലത്തെ മുടിയല്ല, മൈക്രോ മുടികളാണ്. അത് അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സീലിയ പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന മുടികളാണ്. ആ വൈബ്രേറ്റ് ചെയ്യുന്ന സാധനമാണ് അതിനെ വെളിയിൽ കളയുന്നത്. ആ മുടികൾ ഡാമേജ് ആയി പോകും. അപ്പം നമ്മളെ നാച്ചുറൽ മെക്കാനിസം ഡാമേജ് ആവും. നമ്മൾ അതുപോലൊരു സംഭവമുണ്ട്. ഈ സ്മെല്ലുള്ള സാധനം പോലെ തന്നെയാണ് നമ്മൾ ആവിയും.